ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സങ്കല്പ പത്ര 2026 ഇന്ന് പുറത്തിറക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊൽക്കത്തയിലാണ് പ്രകടന പത്രിക റിലീസ് ചെയ്യുക. വികസിത ബംഗാൾ എന്ന ലക്ഷ്യത്തോടെയാണ് ബി.ജെ.പി ഇത്തവണ വോട്ടർമാരെ സമീപിക്കുന്നത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, വികസിത ബംഗാൾ, തൃണമൂൽ കോൺഗ്രസ് ഭരണം തൂത്തെറിയുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സങ്കല്പ പത്ര 2026, അല്ലേ? ബി.ജെ.പി അവിടെ ഒരു വലിയ ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നു. ആ ഭരണമാറ്റത്തിന് ഉതകുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ ബി.ജെ.പി സങ്കല്പ പത്ര തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ കൽക്കട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും ബി.ജെ.പിയുടെ സങ്കല്പ പത്ര പുറത്തിറക്കുന്നത്. ഇതിൽ പ്രധാനമായും സ്ത്രീ ശാക്തീകരണം മുന്നിട്ട്, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഈ സങ്കല്പ പത്രത്തിൽ ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്ത പോലെ എല്ലാ മാസവും സ്ത്രീകൾക്ക് നിശ്ചിത വരുമാനം, അർഹതപ്പെട്ട സ്ത്രീകൾക്ക് നിശ്ചിത വരുമാനം ലഭിക്കുന്ന പദ്ധതികൾ ഇതിൽ ആവിഷ്കരിക്കും. ഏറ്റവും കുറഞ്ഞത് 3000 രൂപയെങ്കിലും സ്ത്രീകൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പദ്ധതിയാകും ഇതിൽ ആവിഷ്കരിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനൊക്കെ ഉപരി ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്നുള്ളത് തൊഴിലാണ്. യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. നമുക്കറിയാം, കേരളത്തിലടക്കം അതിഥി തൊഴിലാളികളായി എത്തുന്നതിൽ ഏറിയ പങ്കും ഈ പശ്ചിമ ബംഗാൾ സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ യുവാക്കളിലേക്ക് കൂടുതൽ തൊഴിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പദ്ധതികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ കുട്ടികളുടെ പഠനം, വിദ്യാഭ്യാസ മികവിന് ഉതകുന്ന പദ്ധതികളുണ്ടാകും. അവിടെ പശ്ചിമ ബംഗാളിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ നിലയിൽ ഏറ്റവും പിന്നോട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ് പെൺകുട്ടികൾ. ആ പെൺകുട്ടികൾ വിദ്യാഭ്യാസമായി മുന്നേറാൻ, നേരത്തെ സൂചിപ്പിച്ച പോലെ 2027 വികസിത ഭാരതം എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എല്ലാ സംസ്ഥാനങ്ങളും അതനുസരിച്ച് മുന്നേറണം. അതിനുതകുന്ന പദ്ധതികൾ അതിൽ ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ഇതിൽ ഏറ്റവും പ്രധാനം ബംഗാളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ വലിയ രീതിയിൽ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞുകയറ്റം വ്യാപകമായി തുടരുന്ന ഒരു പശ്ചാത്തലം പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ തടയാൻ ഉതകുന്ന പദ്ധതികളും മറ്റും സ്വാഭാവികമായും അവിടെ ആവിഷ്കരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം പൗരത്വ ഭേദഗതി നിയമവും ബി.ജെ.പി സങ്കല്പ പത്രത്തിൽ ഊന്നി വ്യക്തമാക്കും. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാകും ബി.ജെ.പിയുടെ സങ്കല്പ പത്ര. കഴിഞ്ഞ 3 തവണയായിട്ടുള്ള മമതാ ബാനർജിയുടെ ഭരണം അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ ബി.ജെ.പി ലക്ഷ്യമിടുന്നു. ബംഗാളിലെ അക്രമ രാഷ്ട്രീയത്തിന് കൃത്യമായ മറുപടി നൽകാൻ ബി.ജെ.പി ഉദ്ദേശിക്കുന്നു. ഇതെല്ലാം മുൻകൂട്ടി കരുതിയായിരിക്കും ബി.ജെ.പിയുടെ സങ്കല്പ പത്ര. കൊൽക്കട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നിപ്പോൾ സങ്കല്പ പത്ര പുറത്തിറക്കും. സുരേഷ്, ശരി. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.